രാത്രി സമയത്ത് കോഴിക്കോട് നല്ലൊരു ബിരിയാണി കിട്ടുന്ന സ്പോട്ടിലേക്കാണ് പോകുന്നത്. രാത്രി ഈ ഒരു ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം എങ്ങനെ വന്നതെന്ന് അറിയോ? എറണാകുളത്ത് നിന്ന് ഉച്ചക്ക് 2:15 ട്രെയിൻ 4:30 മണിക്കാണ് എത്തത്. 2.5 മണിക്കൂർ ഡിലേ. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ എല്ലാ സ്ഥലത്തും നിർത്തുന്നുണ്ട്. ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ സ്ട്രീം പാത്ത് ചെയ്ത മാതിരി നല്ല തിക്കും തിരക്കാണ് വരുന്നത്. TTR ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡോറിന്റെ സൈഡിൽ ഒരുപാട് നേരം അവിടെ ഇരുന്നങ്ങോട്ട്. TTR എന്താ അറിയില്ല, പാവം തോന്നിയപ്പോൾ നമുക്ക് സീറ്റ് നിന്ന് കുറച്ച് ഫൈനും കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഈ ചങ്ങായിനെ കണ്ടപ്പാണ് വിഷയങ്ങളൊക്കെ മാറുന്നത്. ഒന്നും നോക്കില്ല, ഫുഡ് ബ്ലോഗർ റാഷിക്കാൻ ഒരൊറ്റ കോഡ്. കോഴിക്കോട് നല്ല രാത്രി ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ചോദിച്ചപ്പോൾ ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഈറ്റ് ഔട്ടിൽ പോയപ്പോൾ ബിരിയാണി ഒന്നുമില്ല. അതിന്റെ മുമ്പ് തന്നെ ചെക്കൻക്ക് ഒരു പണിയും കിട്ടി. രാവിലെ ബൈക്ക് വെച്ച് പോയിട്ട് 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഒരു ഹെൽമെറ്റ് ആരും അടിച്ചു മാറ്റി പോയിട്ടുണ്ട്. നമ്മൾ സംഭവം ബിരിയാണി സെന്ററിലേക്ക് പോകാം. ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിഷമുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ബീഫ് ബിരിയാണി പറഞ്ഞു, അതേപോലെ തന്നെ ബീഫ് റോസ്റ്റും പറഞ്ഞു. 2 ഐറ്റം വന്ന് 2 പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തട്ടി. പക്ഷെ വലിയ സംഭവം ആക്കാണെന്നില്ല, ഒരു നോർമൽ ഫുഡ്. പണ്ട് റഹ്മത്തിലൊക്കെ പോകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നോർമൽ ടേസ്റ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബീഫ് ബിരിയാണി 150, ബീഫ് റോസ്റ്റ് 160 വിത്ത് GST അടക്കം 320 രൂപയാണ് വരുന്നത്. നമ്മുടെ 2ാം കഴിഞ്ഞിട്ടുള്ള ഓൾഡ് റഹ്മത്തിലാട്ടോ ഞാൻ പോയത്.